നാവിന്റെ സുന്നത്ത് പാലിക്കുന്ന ആൾക്കേ നാവ് കൊണ്ട് ദഅവത്ത് നടത്താൻ പറ്റുള്ളൂ. ഇഫ്ദി ലിസാനക അയ്യുഹൽ മഗ്റൂറു ലാ യൽദഗന്നക അന്നഹാ സുബ്ബാനു. മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. അതൊരു പാമ്പാണ്, അത് നിന്നെ കടിക്കാതിരിക്കട്ടെ. നാവ് എന്ന പാമ്പ് കടിച്ച് മരണപ്പെട്ട എത്രയോ ആളുകൾ ഖബറിൽ കിടക്കുന്നുണ്ടെന്ന് നീ ആലോചിക്കണം. ഒരു മനുഷ്യനെ പിശാച് സ്വാധീനിക്കുകയാണെങ്കിൽ ആദ്യം സ്വാധീനിക്കുക അവൻ്റെ നാവിനെയായിരിക്കുമെന്നാണ്. അവൻ്റെ ഇൽമ്, അവൻ്റെ വിജ്ഞാനം ന്യായം പറയാൻ മാത്രം ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തലാണ് നാവിന് പിശാച് സ്വാധീനിച്ചതിൻ്റെ ലക്ഷണം. ശൈത്താനെ സ്വാധീനിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായത്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദ്യമായി ചെയ്തത് അവൻ്റെ ഇൽമിനെ ന്യായം പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. എന്തായിരുന്നു ന്യായം? ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. മണ്ണിനേക്കാൾ പ്രാധാന്യമുള്ള തീ കൊണ്ടല്ലേ എന്നെ പടച്ചത് എന്നതായിരുന്നു ന്യായം. അത് ശരിയാണ്, മണ്ണിനേക്കാൾ പ്രാധാന്യം തീയിനുണ്ട് എന്ന അവൻ്റെ വാദം ശരിയാണ്. പടച്ചോനോട് പറയേണ്ട വർത്താനല്ല എന്ന് മാത്രം. ഇതാണ് പ്രശ്നം. അപ്പോൾ ഒരാളുടെ നാവിൽ പിശാച് കയറിയാൽ അവൻ്റെ ഇൽമ് ന്യായം പറയാൻ മാത്രമേ ഉപയോഗപ്പെടുള്ളൂ എന്നതാണ്. ഇതാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിൽ തന്നെ സംഭവിച്ചത്. അപ്പം നല്ലോണം സൂക്ഷിക്കണം. നാവിൻ്റെ സുന്നത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് സംസാരിക്കാതിരിക്കലാണ്, സംസാരിക്കലല്ല. നാവിൻ്റെ സുന്നത്ത് സംസാരിക്കലല്ല, സംസാരിക്കാതിരിക്കലാകുന്നു. സംസാരിക്കാൻ നമ്മൾ പഠിക്കേണ്ടതില്ല. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് കുട്ടികൾ കരയൽ ആരംഭിക്കുന്നുണ്ടെന്നാണ്, അത് കുട്ടിയുടെ സംസാരമാണ്. അപ്പം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമ്മൾ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇനി പഠിക്കാനുള്ളത് എങ്ങനെ സംസാരിക്കാതിരിക്കാം എന്നതാണ്. എങ്ങനെ സംസാരിക്കാം എന്നല്ല, എങ്ങനെ സംസാരിക്കാതിരിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ ഇനി പഠിക്കാനുള്ളത്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഗ്ദാദ് അങ്ങാടിയിലുള്ള പള്ളിയിലെ ഖത്തീബും അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളുമായിരുന്നു. ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളാണ് ഇറാഖിലെ പ്രസിദ്ധമായ ജുമുഅത്ത് പള്ളിയിലെ ഖത്തീബാണ്. വെള്ളിയാഴ്ച അദ്ദേഹം ജുമുഅയ്ക്ക് ശേഷം പ്രഭാഷണം നടത്തും. മഹാനവറുകളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമായി പള്ളി നിറഞ്ഞു കവിയും. വലിയ പ്രഭാഷകനായിരുന്നു, വലിയ ദാഇയായിരുന്നു, വലിയ ദാവാ പ്രവർത്തകനായിരുന്നു. എന്തൊക്കെ ദാവത്ത് നടത്തിയിട്ട് എന്താ കാര്യം? മൂപ്പരെ ജ്യേഷ്ഠൻ നിസ്കരിക്കാൻ വരില്ല. നാട്ടുകാർ മുഴുവൻ നന്നാവുണ്ട്, ജ്യേഷ്ഠൻ നിസ്കരിക്കൂല. അങ്ങനെ അവസാനം കുടുങ്ങിയിട്ട് ഉമ്മാനോട് ചെന്ന് പറഞ്ഞു, ഉമ്മ ഇങ്ങളൊന്ന് ഇക്കാക്കാട് പള്ളിക്ക് വരാൻ വേണ്ടി പറയണം, ഞാൻ ആകെ കുഴങ്ങിയാറും. എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രസംഗം കേൾക്കാനും ജുമയിൽ പങ്കെടുക്കാനും നിസ്കരിക്കാനും ഒരുപാട് ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദുൽ ഗസാലി മാത്രം വരുന്നില്ല. അതുകൊണ്ട് ഉമ്മ ഒന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പള്ളിക്കൊക്കെ വരാൻ വേണ്ടി പറയണം. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ അനിയൻ ഈ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ പള്ളിയിലെ ഖത്തീബാണ്, എനിക്കറിയാലോ. ഓനാകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇജ്ജ് നിസ്കരിക്കാൻ ചെല്ലണില്ല എന്നുള്ള ആകെ ഒരു പ്രശ്നമുള്ളൂ. അതുകൊണ്ട് മോനൊന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു, ഞാൻ പോയിക്കോളാം, ഇപ്പം എന്താ കുഴപ്പം? മുഹമ്മദ് ഗസാലി നിസ്കരിക്കാത്ത ആളൊന്നല്ല കേട്ടോ, പള്ളിയേക്ക് വരില്ലാന്നേ ഉള്ളൂ, ഞാൻ പോയിക്കോളാം. അതിനിപ്പം അടുത്ത വെള്ളിയാഴ്ച പോകാറുണ്ട്. പിന്നത്തെ വെള്ളിയാഴ്ച നേരത്തെ തന്നെ വന്ന അവ്വൽ സൊഫിലിരുന്നു. അബൂ ഹാമിദുൽ ഗസാലിക്ക് സന്തോഷമായി. ഇന്ന് ഇക്കാക്ക ജുമയ്ക്ക് വന്ന ദിവസമാണ്, ഇന്നത്തോടുകൂടെ എല്ലാ പ്രശ്നവും തീരാൻ പോവുകയാണെന്നാണ് മൂപ്പര് കരുതിയത്. ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം തുടങ്ങി. രണ്ടാമത്തെ റക്അത്തേക്ക് നീച്ചപ്പോ മുഹമ്മദുൽ ഗസാലി കയ്യച്ച് കണ്ട് മുന്നിൽ കൂടി ഒരൊറ്റ പോക്കാണ് പോയി. വന്നിട്ടില്ലെങ്കിൽ അത്ര തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാൽ ആകെ കുടുങ്ങി. ചില ആൾക്കാർ വന്നാൽ ആകെ കുടുങ്ങുമല്ലോ, അതേമാതിരിയായി. വന്നിട്ടില്ലെങ്കിൽ അത്ര തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. ജുമ കഴിഞ്ഞ ഉടനെ അബൂ ഹാമിദുൽ ഗസാലി പള്ളിയിൽ നിന്ന് ആരോടും സംസാരിക്കാൻ നിൽക്കാതെ ഇറങ്ങി ഉമ്മാന്റെ അടുത്ത് ചെന്നിട്ട് സങ്കടം പറഞ്ഞു, ഉമ്മ ഇക്കാക്ക പള്ളിയേക്ക് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ സ്വീപ്പായിരുന്നില്ല, വന്നതിനാലെ ഞാൻ ആകെ കുഴങ്ങി. ഓന് രണ്ടാമത്തെ റക്അത്തേക്ക് ഇമാമോട് നീച്ചപ്പോൾ കയ്യഴിച്ച് പോയി പറഞ്ഞു. മുഹമ്മദുൽ ഗസാലി വന്നപ്പോ ഉമ്മ ചോദിച്ചു, മോനെ ഇന്ന് നീ ജുമക്ക് പള്ളിയിൽ പോയി രണ്ടാം റക്അത്തിൽ നിന്ന് എഴുന്നേറ്റ് പോന്നതെന്തേ? ആ സമയത്ത് മുഹമ്മദുൽ ഗസാലി പറഞ്ഞു, ഉമ്മ
രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത് വരെ നിസ്കാരത്തിനൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ ഇമാമ് രക്തത്തിലാകെ കുളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു പറഞ്ഞു. ചോരയിലാകണം പെനഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പോന്നു പറഞ്ഞു. എന്നിട്ട് മൂപ്പര് പെരേന്നാണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു. വൈകുന്നേരം അബൂ ഹാമിദുൽ ഗസാലി വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ രക്തത്തിൽ ആകെ കുളിച്ചു, അപ്പം ഞാൻ പോന്നു എന്നാ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അബൂ ഹാമിദുൽ ഗസാലി പറഞ്ഞു, ഉമ്മ അത് കാക്ക പറഞ്ഞത് കാര്യമാണ് പറഞ്ഞു. അത് ശരിയാണ്. എന്താ സംഭവം? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തൻ്റെ വജീസിന്റെ രചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബസീത്ത് എഴുതി, വിശാലമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം എഴുതിക്കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തന്നെ തോന്നി ഒരാൾ ജീവിതകാലം മുഴുവൻ നോക്കിയാലും ഇത് തീരൂല, ഒന്ന് ചുരുക്കുക തോന്നി. അങ്ങനെ മൂപ്പരന്നെ അതൊന്ന് ചുരുക്കി. അതാണ് വസീത്ത് എന്ന് പറയുന്നത്. വസീത്ത് എഴുതി കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തന്നെ തോന്നി ഇതൊന്നും ഒരാൾ നോക്കിയെത്തൂല, ഒന്നും കൂടി ചുരുക്കുകയെന്ന്. അങ്ങനെ മൂന്നാമത്തെ ചുരുക്കലാണ് വജീസ്. മൂന്നാമത്തെ ചുരുക്കൽ നടക്കുകയാണ്. ഹൈദ് നിഫാസിന്റെ മസല ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിക്കന്ന് വാങ്ങിക്കൊടുത്തത്. അതിൽ മൂപ്പര് ആ പേനയും കടലാസും അവിടെ വെച്ചാണ്ട് പള്ളിലേക്ക് പോയതാണ്. രണ്ടാമത്തെ റക്അത്തിലേക്ക് കണ്ട് എഴുന്നേറ്റപ്പോൾ ആ എഴുതിയതിന്റെ ബാക്കി ഇങ്ങനെ ഓർമ്മ വന്നു. അതാണ് ചോരയിൽ കുളിച്ചു പറഞ്ഞത്. വേഗം പോയി. അബൂ ഹാമിദുൽ ഗസാലി വീട്ടിൽ നിന്നിറങ്ങി നേരെ ജ്യേഷ്ഠനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ജ്യേഷ്ഠനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇക്കാക്ക എന്നെ ഒന്ന് നേരാക്കണം എന്ന് പറഞ്ഞു, എന്നെ ഒന്ന് നന്നാക്കി തരണം. ആ സമയത്ത് അബൂ ഹാമിദുൽ ഗസാലിയോട് ജ്യേഷ്ഠൻ മുഹമ്മദുൽ ഗസാലി പറഞ്ഞതാണ്, നന്നാക്കണേന് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നാക്കാം, പക്ഷേ 2 കൊല്ലം മിണ്ടാതിരിക്കണം, അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ, അങ്ങനെ 2 കൊല്ലം മിണ്ടാതിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നന്നാക്കാന്നുള്ളൂ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിലെ ജോലി രാജിവെച്ചു, കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. ഇറാഖിന്റെ പ്രാന്തപ്രദേശത്തുള്ള മസ്ജിദ് തൂസ് എന്ന പള്ളിയിൽ പോയി 2 കൊല്ലം സംസാരിക്കാതെ താമസിച്ചു. ആ 2 വർഷം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം എഴുതിയ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ്. ഇഹ്യാ ഉലൂമുദ്ദീന്റെ രചന നിർവഹിച്ചെങ്കിലും ഗസാലി ഇമാമിന് അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ അവസരമുണ്ടായില്ല. അപ്പോഴേക്കും അദ്ദേഹം വഫാത്തായി. ഇഹ്യാ ഉലൂമുദ്ദീന്റെ തത്വങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇഹ്യയുടെ തത്വം അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിന്റെ പ്രഭാഷണങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു. സ്ഥിരമായി അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കും. അതാണ് ഗൗസുൽ ആദമിന്റെ പ്രസംഗം. ഗൗസുൽ ആദം പ്രസംഗിക്കുന്ന പള്ളിയിൽ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി ആളുകൾ വരും. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി നിശബ്ദരായിരുന്ന് കേൾക്കും. അള്ളാഹിനെ പറ്റി അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ട് സദസ്സിൽ വെച്ച് തന്നെ ആളുകൾ മരിക്കാറുണ്ടായിരുന്നു എന്ന് ഗൗസുൽ ആദമിന്റെ താരീഖിൽ രേഖപ്പെട്ടിട്ടുണ്ട്.